കൃഷി, തെങ്ങ്, കവുങ്ങ്, കാർഷിക വിളകളെല്ലാം കഴിഞ്ഞു. അവിടെയാണ് ഇപ്പോൾ ഈ നായ്ക്കരിമ്പും ഈ കാട്ടുചെടികളും വളർന്നിരിക്കുന്നത്. ഇതൊക്കെ വയലുകളാണ്. ആകെയുള്ള ഈ കാപ്പിയും കൂടെ ഉള്ളൂ. കാപ്പിയും കഴിഞ്ഞു. പിന്നെ ഏക ആശ്രയം എന്താ? മറ്റു തൊഴിലുകൾക്ക് പോവുക, പുറത്തു പോവുക. അതിന് പോകാൻ നിവൃത്തിയില്ല. ഇപ്പൊ ഇവിടുന്ന് കൽപ്പറ്റ ലോങ് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് കൂലിപ്പണിക്ക് പോകേണ്ട ആളുകളാണെങ്കിൽ 8 മണിക്ക് 8:30 സൈറ്റിൽ എത്തണ്ടേ? അത്ര നേരത്തെ പോകണം. നമ്മൾ 7 മണിക്കെങ്കിലും ഇറങ്ങണം. ആ സമയത്ത് എത്തണം. പക്ഷെ ആ സമയത്ത് ഇവിടെ ആനയാ റോട്ടിൽ. അത് സമയത്ത് പണി കഴിഞ്ഞ് 6 മണി ഒക്കെ കഴിഞ്ഞ് പണി വിട്ട് വരുമ്പോഴോ കയറിയപ്പോ പൊട്ടിയതായിരിക്കും. അതെ അതെ അതെ. ഇതിലിങ്ങനെ നടന്ന് ഇങ്ങോട്ട് കയറിയില്ലേ? അത് കംപ്ലീറ്റ് നടന്ന് കോൺക്രീറ്റ് ഇട്ടാണല്ലോ. ആന ചവിട്ടി ഇറങ്ങി തെന്നി പോയിട്ടുണ്ടെന്ന്. വഴുക്കൽ, ഈ റോഡ് മണ്ണ് വഴുക്കലായതുകൊണ്ട് ഇത് വെയിറ്റ് ഉള്ള സാധനമല്ലേ. അപ്പൊ എന്താവും, വരുമ്പോ വഴുക്കും. ഇതിപ്പോ ദിവസം രാവിലെ നമ്മൾ എന്താക്കും, കൈക്കോട്ട് എടുത്ത് വരിക, ഒക്കെ തട്ടിയിടുക, നടവഴിയിൽ ലേശം മണൽ വാരിയിടുക. ഞങ്ങളുടെ ഈ ജനവാസ കേന്ദ്രത്തെ വനമായിട്ട് ഒഴിവാക്കുക. അപ്പം ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുമ്പോൾ ഞങ്ങൾക്ക് നടക്കാനോ ഒന്ന് വീട്ടിലേക്ക് വരാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയില്ല. ഞങ്ങൾക്കിപ്പോൾ വീട് ഉപയോഗിക്കുന്നത് രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് കിടന്നുറങ്ങാൻ മാത്രം. ഒരു കാന്താരി ചെടി പോലും വെക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ചക്ക സീസൺ കഴിഞ്ഞല്ലോ. ചക്ക മൊത്തം ആനകളാണ് തിന്ന് തീർത്തത്. എന്നിട്ടും വെറുതെ വന്നിട്ട് ലാവ് കുലിക്കുക പോവുക. ഈ ആനകൾ ഇവിടെ തുരത്തിയേ പറ്റും. അത് ആനകൾ ക്രമതീതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണം. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടി പുഴമൂല എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇതിനു മുന്നേ പല പ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളൊരു പ്രദേശമാണ്. കാട്ടാനശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്നൊരു പ്രദേശം തന്നെയാണിത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പുഴമൂല ഭാഗത്തൊക്കെ കാട്ടാന വന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അതായത് ഇവിടുത്തെ കാട്ടാനശല്യത്തിൻ്റെ ഒരു തീവ്രത ഈ ഒരു എപ്പിസോഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഗിരീഷ്. ഈ സ്ഥലം പുഴമൂല അല്ലേ? പുഴമൂല, കാപ്പിക്കാട് പുഴമൂല. ഇവിടെ ഇങ്ങനെ ഇപ്പം സ്ഥിരം പ്രശ്നം തന്നെയല്ലേ ആന? സ്ഥിരം ഡെയിലി പ്രശ്നം തന്നെ. ഡെയിലി ആന വരുന്നുണ്ട്. എല്ലാ ദിവസവും വരുന്നുണ്ട്. ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി. ഇപ്പൊ ചക്കാന്റെ സീസണൊക്കെ കഴിഞ്ഞു, എന്നാലും ആന വെറുതെ വരും. ആ വന്ന് ശീലമായതുകൊണ്ട് ദിവസം വരും. രാവിലെ 5 മണിക്ക് ഇവിടെ പണിക്കാർ പോകുന്ന ടൈമാണ് പണിക്ക്. ഈ റോഡ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ റോഡ് വഴി. പക്ഷെ 5 മണി മുതൽ മിക്കവാറും 4 മണി മുതൽ 6 മണി 6:30 വരെ നേരം വെളുത്തിട്ട് ആ സമയം വരെ ആനകൾ റോട്ടിലുണ്ട്. ഈ റോട്ടിൽ കൂടെ ഇന്നലെ വൈകുന്നേരം വീടുകളൊക്കെ ഉള്ള ജനവാസം, നിറയെ വീടുകൾ, 100-400ഓളം വീടുകൾ ഉള്ള സ്ഥലമാണിത്. പിന്നെ പുറത്തുനിന്ന് വരുന്ന റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകൾ, അവർക്കൊന്നും ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. ആനയുടെ മുമ്പിൽ വന്ന് പെടുമ്പോൾ മാത്രമാണ് ഒരു അറിയുന്നത്. അത്രയും ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. ഇനിയിടുക, അതാ കുലുക്കണത്. ഇനി എത്തൊന്നും വേണ്ട, കുലുക്കി പറിച്ചു. കാണുന്നുണ്ടോ? എനിക്കിത് പിടിക്കലും ഇതും കൂടി ആയതുകൊണ്ട് ഇനിയിടുക, അതാ കുലുക്കണം. ഇല്ല ഞാൻ കണ്ടു ചക്ക സീസൺ കഴിഞ്ഞിട്ടും ഇത് കുറയുന്നില്ല. ചക്ക സീസൺ കഴിഞ്ഞല്ലോ. ചക്ക മൊത്തം ആനകളാണ് തിന്ന് തീർത്തത്. എന്നിട്ടും വെറുതെ വന്നിട്ട് ലാവ് കുലിക്കുക പോവുക. ഇതാണ് ഇപ്പൊ അവരുടെ മെയിൻ പരിപാടി. ഒരു കാര്യമില്ലെങ്കിലും വരിക, ഡെയിലി വിസിറ്റിംഗ് ഉണ്ട്. അതിലൊരു എന്താ ചെയ്യുക, ഒരു രക്ഷയില്ല. ഈ അടുത്ത് ഏറ്റവും അവസാനം ഒക്കെ വന്ന പ്രദേശങ്ങളൊന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. ഇതിപ്പോ ഇവിടുത്തെ ഡൗൺ ഹില്ല് ജംഗിൾ വാലി റിസോർട്ടാണ്. ഇതിലെ മിക്കവാറും
ഇറങ്ങുന്നുണ്ട് അവര് ഈ റിസോർട്ടിന്റെ ഇതിലെ ഇതിലെ ഒക്കെ ഇറങ്ങി ഈ വഴി ഇങ്ങനെ നേരെ അങ്ങോട്ട് പോകുന്നത്. ഇത് നേരെ ഇപ്പോ 46 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടാണ് ഈ റോഡ് കയറുക. അതായത് ഊട്ടി കാലിക്കറ്റ് ഹൈവേയുടെ ഒരു പോക്കറ്റ് റോഡാണിത്. അമ്പർല വളവ് നിന്ന് ഇറങ്ങിയിട്ട് 46 പോയിട്ട് ഫോറസ്റ്റ് ഒന്നുമില്ല, പക്കാ തോട്ടം. ഫോറസ്റ്റ് ഇതാ പുഴമൂല കുറച്ച് അട്ടക്കാട് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശം. പിന്നെ ഈ ചെമ്പ്രയുടെ മോൾ വശം അതാണ് ഫോറസ്റ്റ്. ബാക്കി എല്ലാ കാണുന്ന തേയില കാണുന്ന സ്ഥലങ്ങൾ എല്ലാം അവിടെ കൂട്ടമണ്ട എസ്റ്റേറ്റ്, ഇവിടെ ചെമ്പ്ര എസ്റ്റേറ്റ്, ഫുൾ എസ്റ്റേറ്റുകളാണ്. അവിടെ ഒക്കെ ധാരാളം വീടുകളുണ്ട്. ഈ ഭാഗത്ത് ഒരു ഫോറസ്റ്റ് ഇല്ല, പക്ഷെ ജനവാസ മേഖലയാണ്. എന്നിട്ടും ആന ഇങ്ങോട്ട് വരുക അല്ലേ? ഇത്ര നാള് ഇത് തടയാനായിട്ട് ഒരു ശ്രമവും ആരും നടത്തുന്നില്ല. ഇതിനിപ്പോ നബാർഡിന്റെ 50 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ് സാർ MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്. ഇതൊക്കെ പാസ്സായി കിടക്കുക എന്നല്ലാതെ ഇത്രയും ഡേഞ്ചർ ആയ ഒരു സിറ്റുവേഷനിൽ ഇതിവിടെ ശാശ്വതമായിട്ട് നടപ്പിലാവണ്ടേ? അതിനെന്താണ് തടസ്സം എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ റേഞ്ച് ഓഫീസിലാണ് ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ട്, വന്യമൃഗ പ്രതിരോധ സമിതി ഉണ്ട്. അതിനിവിടുത്തെ വേണ്ടപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുണ്ട്. അതില് സംയുക്തമായിട്ടാണ് എത്രയോ സമരങ്ങൾ ഞങ്ങൾ റേഞ്ച് ഓഫീസിലേക്കും റോഡ് ഉപരോധമൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ സംയുക്തമായി നടത്തിയിട്ടുണ്ട്. ഇതുവരെ ശാശ്വതമായിട്ടൊരു പരിഹാരവും നടന്നിട്ടില്ല. വെറുതെ പോകുക എന്നല്ലാതെ എന്താ നടക്കേണ്ടതുണ്ട്. പിന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും എല്ലാ ഓഫീസുകളിലേക്കും DFO, റേഞ്ചർ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, വനമന്ത്രിയുടെ ഓഫീസ്, ഇങ്ങനെ എല്ലാ ആളുകളെയും ഇവിടെയുള്ള പ്രദേശത്തുള്ള എല്ലാവരും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ഒരു മാറ്റം വന്നിട്ടില്ല. അത്ര ഡേഞ്ചർ സിറ്റുവേഷനിലൂടെ എന്നോട് കടന്നു. ഈ കഴിഞ്ഞ ദിവസം വന്ന സ്ഥലങ്ങളൊന്ന് കാണിച്ചിരാവോ? ഇത് താഴേക്ക് റിസോർട്ടാ അല്ലേ? ഇതൊക്കെ കാണുന്നില്ല അവിടെ. ഇപ്പൊ ഇതിന്റെ കമ്പികളൊക്കെ ലൈറ്റ് ഒക്കെ വളച്ച് ഒടിച്ചിട്ടിരിക്കുന്നത്, ഇതൊക്കെ വളച്ച് ഒടിച്ചിട്ട് അതൊക്കെ അവരുടേതാണ്. ഇവിടെയൊക്കെ എപ്പോഴും ഗസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അതാ താഴെ ഒക്കെ പറമ്പാണ്, പക്ക കൃഷിയിടങ്ങളാണ് അതൊക്കെ. അതെല്ലാം ഈ വന്യമൃഗങ്ങൾ കാരണം ഒരു കൃഷിയും ചെയ്യാൻ പറ്റാതെ തരിശായി കാട് പിടിച്ച് കിടക്കുക. ഒരു വരുമാനം അതിന് കിട്ടുന്നില്ല. ഈ മരത്തേലാണോ കുലുക്കുന്ന? ഇതിലൊക്കെ തീർന്നത് അതാ. ഈ പ്ലാവിലൊക്കെ കണ്ടില്ലേ, മണ്ണ് പിടിച്ച് കിടക്കുന്നുണ്ടാവും, തൊലി പോയിട്ടുണ്ടാവും. അവര് വരുതെന്നാണ് ചൊറിയുമ്പോ. പിന്നെ കായ് വെച്ച് കയറി നിന്നിട്ട് കുലുക്കും. കംപ്ലീറ്റ് തീർത്തു. ഇതൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അതാ ഇതാ കാൽപ്പാടിതാ, ഇതൊക്കെ കാൽപ്പാടിതാ. അപ്പൊ വന്ന സമയത്ത് ഇവിടെ ചക്ക ഉണ്ടായിരുന്നു ഇതിനകത്ത്? ഇല്ല, ചുമ്മാ ഉള്ള സമയത്ത് വന്ന് തീർക്കും, ഇട്ട് തീർത്തു. എന്നാലും വരുമ്പോ ഒരു രസം പറ്റുന്നില്ല. ഇല്ല, വരുമ്പോ ഒരു ഹോബി. വന്ന് വെറുതെങ്കിലും വന്നിട്ടൊന്ന് കുലുക്കി ഒന്ന് അറിയിച്ചിട്ടേ പോവുള്ളൂ. അല്ലേ? ഈ ലൈറ്റൊക്കെ കളഞ്ഞാലേ? ഒക്കെ കളഞ്ഞതാ. പിന്നെ ഉള്ളിലേക്കും കയറുന്നുണ്ട്. കോമ്പൗണ്ട് ഉള്ളിലേക്കൊക്കെ പോകും. പിന്നെ അവിടെ ഒരു റിസോർട്ടാ. ഈ വീട്ടിലൂടെ കയറിയിട്ട് ഇവരുടെ വീട്ടിലൂടെ കയറും. ഇവിടെ നമുക്ക് ഇങ്ങനെ മുകളിലേക്കാ? അതിലേക്ക് കയറിയിട്ട് വേലി ചാടിയിട്ട് അപ്പുറത്തെ റിസോർട്ട് ഉണ്ട്, ഈ റിസോർട്ട്. അവിടെ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ പോയി കമ്പിയൊക്കെ വലിച്ച് പൊട്ടിച്ച് ടൈലൊക്കെ പൊട്ടിച്ചിട്ടാണ്. അപ്പൊ അവർ മാറ്റി നന്നാക്കി. അതുകൊണ്ട് ഇപ്പൊ അത് കിട്ടൂല നമുക്ക്. ഇതിലിങ്ങനെ കയറിയില്ലേ? ഇതിലല്ല, അപ്പുറത്ത് അവരുടെ വഴിയുണ്ട്. ഇത് കയറി തന്നെ ഇറങ്ങിയാണോ? ഇതല്ല, അപ്പുറത്ത് കൂടെയാണ്, ആ വഴി കൂടെ കയറി. അല്ല, ഇതെന്തോ ഇറങ്ങിയിട്ടുണ്ട്. ചിലപ്പോ ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങി. അത് അവിടെ ചവിട്ടുണ്ട്, ചവിട്ടുപാടാ. ഇപ്പുറത്തോടെ കയറിയിട്ടുണ്ടല്ലേ? കയറി അതിലേ ഇറങ്ങി അതിലായിരിക്കും. ഇതാ സ്ലാബൊക്കെ ചവിട്ടി പൊട്ടിച്ചാലും കയറിയപ്പോ പൊട്ടിയതായിരിക്കും. അതെ അതെ അതെ. ആമ്പ ഇതിലിങ്ങനെ നടന്ന് ഇങ്ങോട്ട് കയറിയില്ലേ? അതാ അത് കംപ്ലീറ്റ് നടന്ന് കോൺക്രീറ്റ് ഇട്ടാണല്ലോ. ഇപ്പൊ പുതിയ കമ്പി ഇട്ടതായിരിക്കും അവര്. ഇത് വെറുതെ ഒരു കമ്പി ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതാണത്. നിവൃത്തിയില്ലാഞ്ഞിട്ടായിരിക്കും. നിവൃത്തിയില്ലാഞ്ഞിട്ട് ആ കോൺക്രീറ്റ് മൊത്തം പൊട്ടിയില്ലേ? പൊട്ടി കണ്ടോ? അതായത് ഇനി കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആനയും കൂടെ താങ്ങാൻ പാകത്തിനുള്ള കോൺക്രീറ്റ് ചെയ്യണം എന്നല്ലേ? ഈ തെങ്ങൊക്കെ കളഞ്ഞാ? അത് അതിന്റെ തൂമ്പ് വലിച്ചു ഇട്ടിരിക്കുന്നല്ലോ. അത് ഇന്നലെ വന്നാ തോന്നുന്നു. ആന വന്ന് ശീലിച്ച് ഇപ്പൊ ആനയ്ക്ക് വരാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിട്ടോ. അതിനെ അങ്ങോട്ട് പോവാം. റൂട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു വരുന്ന. ഇതിലൊക്കെ സ്ഥിരം റൂട്ടാ.
വൈകിട്ട് എത്ര മണിയാകുമ്പോൾ ഇങ്ങനെ ഇറങ്ങും ഇത്? വൈകിട്ടോ? ആ, വൈകിട്ട് നേരത്തെ ഉണ്ട്. ചില ദിവസം മഴച്ചാറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 6-7 മണിക്ക് തന്നെ ഇറങ്ങും വൈകുന്നേരം. അപ്പോൾ ഏകദേശം നമുക്ക് ഗ്രൂപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നതുകൊണ്ട് എല്ലാവരും അതനുസരിച്ച് വേഗം എന്താക്കും, വീട് പിടിക്കും. ഇതൊക്കെ കഴിഞ്ഞ വരവല്ലേ അല്ലേ? റോട്ടിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ചിലപ്പോൾ കോരി കളഞ്ഞു. ഓ, ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ നിന്ന്? ഇതാണ് ഞാൻ പറഞ്ഞ, ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടീൻ്റെ പ്രോപ്പർട്ടിയാണ്. അതിലിപ്പോൾ അവർ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. വർക്കിംഗ് അല്ല എങ്കിൽ പോലും ഫെൻസിങ് ഉണ്ട്. അപ്പോൾ ആനയ്ക്ക് ഓൾറെഡി ഇത് അടി കിട്ടി ശീലമുള്ളത് കൊണ്ട് ഈ ഫെൻസിങ് കണ്ടാൽ എന്താക്കും, തട്ടൂല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകില്ല, അവിടേക്കും ബ്ലോക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇതുവഴി നേരെ എന്താക്കും, നേരെ താഴേക്ക് ഇറങ്ങി. ഇവിടെ ഇപ്പോ ഇതിപ്പോ എന്റെ വീടാണ്. എന്റെ വീട്, ജ്യേഷ്ഠന്റെ വീട്, റിലേറ്റീവ്സിന്റെ വീട്, വേറെ വീടുകളൊക്കെ ഉണ്ട് അങ്ങോട്ട്. താഴേക്ക് ഇറങ്ങും. നമ്മളിത് ഇരുട്ടല്ലേ, അത് പെട്ടെന്ന് കാണൂല. മുമ്പിൽ നിന്ന് നമ്മൾ ഓടി രക്ഷപ്പെട്ടിട്ട് ആന ഇതിലേ നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചവിട്ടി ഇറങ്ങി പോയതായിരിക്കും അല്ലേ? ഇതൊക്കെ ആനേന്റെ ചവിട്ടം. ഇത് ഇന്നലെ വന്നതാ, ഇന്നലെയും മിനിഞ്ഞാന്നു. ഇന്നലെ രാത്രിയിലും വന്നല്ലേ? ഇന്നലെ രാത്രി പുലർച്ചെ 5 മണിക്ക് ആ റോഡ് വഴി വന്നിട്ട് എന്താക്കി, നേരെ ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് വീണ്ടും കയറിപ്പോയി. കാൽപ്പാട് ഇതല്ലോ, നഖത്തിന്റെ പാട്. ഇത് ഇന്നലെ കറക്റ്റ് മഴ പെയ്തിട്ടും പോയില്ലല്ലേ? അല്ല, അതാ ഇത് ഇന്നലത്തത്. ഇതാണ്ടോ ഈ വഴി ഇപ്പൊ നടക്കാൻ പറ്റാത്ത സ്ഥിതിയല്ലേ? റോഡ് മൊത്തം ചവിട്ടി കൊളാക്കി കളഞ്ഞല്ലേ? മിനിഞ്ഞാന്ന് അത്യാവശ്യം വഴുക്കുണ്ടായിരുന്നു. അപ്പോ വഴുക്കി കുറെ സ്ഥലമൊക്കെ പോയി. ഇതിപ്പോ രാവിലെ ദിവസം ശരിയാക്കുന്നതാ. കൈക്കോട്ടോണ്ടൊന്നും ഒരു വലിച്ചിട്ടിട്ട് ആന ചവിട്ടി ഇറങ്ങി തെന്നി പോയിട്ടുണ്ടെന്ന്. വഴുക്കൽ, ഈ റോഡ് മണ്ണ് വഴുക്കലായതുകൊണ്ട് ഇത് വെയിറ്റ് ഉള്ള സാധനല്ലേ. അപ്പൊ എന്താവും, വരുമ്പോ വഴുക്കും. ഇതിപ്പോ ദിവസം രാവിലെ നമ്മൾ എന്താക്കും, കൈക്കോട്ട് എടുത്ത് വരിക, ഒക്കെ തട്ടിയിടുക, നടവഴിയിൽ ലേശം മണൽ വാരിയിടുക, നടന്ന് കയറണമെങ്കിൽ. കുട്ടികൾ, കുഞ്ഞു കുട്ടികളല്ലേ, ഒക്കെ സ്കൂളിൽ പോകുന്നവരല്ലേ. എത്ര കുട്ടികൾ പോകുന്നു, ഇവർക്കൊക്കെ പോകണ്ടേ നടന്നിട്ട്. അതുപോലെ നമ്മളും വരണ്ടേ. ഇതൊന്ന് തന്നെയാ കഴിഞ്ഞ് ഊര കഴിഞ്ഞ്. അതെ. ഇതൊക്കെ ചവിട്ടി ഇറങ്ങി പാട് കാണാം കേട്ടോ. നമുക്ക് ചവിട്ടുപാടാ അവിടെ ചവിട്ടുപാടുണ്ട്. ഇവിടെ പ്ലാവ് നോക്കി വന്നാ ഇതൊക്കെ കണ്ടില്ലേ? ഇത് കണ്ടില്ലേ ആ കളറ് മണ്ണ്? അതല്ലേ, ഹൈറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ വലിയ കൈയെടുത്ത് മുകളിലേക്ക് വെക്കും. അങ്ങനെ എന്നിട്ട് കുലുക്കും. ഇത് നമ്മൾ 1-2 ചക്കയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതാണ് ആ വീഡിയോ അല്ലേ? അത് ഇവിടുത്തെ വീഡിയോ. ഏതാ ആ ചക്ക ഇന്നലെ കുലുക്കുന്നതാ? അത് അവിടെ നിന്ന് വളവുന്നു ഇന്നലെ. ഇവിടുത്തെ കഴിഞ്ഞല്ലോ, എന്നാലും വെറുതെ വന്നിട്ടൊന്ന് കുലുക്കിട്ടേ പോവുള്ളൂ. ഇന്നലെ മിനിഞ്ഞാന്ന് ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടല്ലേ? ഇതാ ഇവിടെ നിൽക്കും വന്നിട്ട് കുറച്ച് സമയം. രാത്രി അറിയുന്നുണ്ടല്ലോ? നമ്മളറിയും. നമുക്ക് ഈ ജനലിൽ കൂടെ കാണാലോ. അല്ലെങ്കിൽ ഇതിന് മുകളിൽ കയറിയ കാണാം. ഇത്ര വീടിന്റെ ഇത്രയും അടുത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോ മുറ്റത്തെ ഇത് ഇവിടെയല്ലേ നിക്കുക? മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ? ഇവിടെ നിൽക്കും അവര്. ഇതിപ്പോ കാൽപ്പാട് പോയതാണ് മണ്ണിട്ടിട്ട്. ഇവിടെ നിൽക്കും വന്നിട്ട്. അവിടെ നിന്ന് കുറെ തിന്നു. അതൊക്കെ അവര് കുലുക്കി ചക്ക ഇങ്ങോട്ട് വീഴുമ്പോ എന്താക്കും, ഇവിടെ നിൽക്കും. ഒരു സുധാ ഇതും മുട്ടണ് ഇന്നുപോലെ ജനലില്. നമ്മള് ഈ പാട് കാണുന്ന അല്ല, അതും ബോളാണ്. നമ്മൾ ഇതിന്റെ ഉള്ളിലുണ്ട്, ഉള്ളിൽ നിന്ന് കാണാം ജനൽ. അവിടെ കട്ടില്ല. അത് മൂപ്പര് വിളിച്ചറിയിക്കുന്നതായിരിക്കും അല്ലേ? ഇവിടെ താഴേക്കും പോവോ? താഴേക്ക് പോവും. അവിടെ ഏട്ടന്റെ വീടാണ്. ഇതല്ലേ ഇതൊക്കെ പോകുന്ന വഴിയാ. ഇവിടെ വന്നിട്ട് ഇതുവഴി അങ്ങനെ ചവിട്ടി ഇറങ്ങി പോകില്ലേ? വഴിയായിട്ടേക്കാണ്. നേരെ കണ്ടത്തിലേക്ക് ഇറങ്ങും അല്ലേ? കണ്ടത്തിലൂടെ ഇറങ്ങി നേരെ ചായക്കാട്ട് കയറിയിട്ട് നേരെ അട്ടക്കാട്ടിലേക്ക് പിടിക്കും. ഇത് നിങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. ഇത് രാവിലെയും വൈകുന്നേരം കഴിഞ്ഞപ്പോൾ അമ്പലത്തിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ പോലും ഇപ്പോൾ വരില്ല. ആനയുള്ളതുകൊണ്ട് പുറത്തുനിന്ന് ആൾക്കാർ വരാറുണ്ട്. തൊഴാനൊക്കെ വരുമ്പോഴേ പൂജകളൊക്കെ സമയത്ത് തൊഴാൻ വരുമ്പോൾ ആനയുള്ളതുകൊണ്ട് വരാൻ പറ്റില്ല. ആനപ്പെട്ട മൊത്തം മാറി കളഞ്ഞതാ നമ്മള്. ഇവിടെ കുന്നുകൂടി കിടക്കരുത്. ഇത് ഇതും അതിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഫോട്ടോസ് ഉണ്ട്. ഉണ്ടല്ലേ? ഇതാ കാൽപ്പാടാ. ഇതാണ് ശരിക്കും മനസ്സിലാവുന്നത്. വലിയ ആന കേട്ടോ. വലിയ ആന കൊമ്പനാണ്.
കാല് വെച്ചാൽ തികയുന്നില്ല. ആ അത്ര വലുതാ. ഇവിടെയൊക്കെ ഉണ്ട് ആലപ്പുണ്ട്. എന്താ ഇതിന് ചോട്ട് വാരി കളഞ്ഞായിരിക്കും അല്ലേ? ആ അവിടെ ഉണ്ട്. കുട്ടികളൊക്കെ നടന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? ഇഷ്ടം പോലെ കുട്ടികൾ നടന്നു പോകുന്നതാണ് സ്കൂളിലേക്ക്. പിന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ നടന്നു വരുന്നത്. തൊട്ടപ്പുറമല്ല ശരിക്കും പുഴമൂല. മറ്റേ പുഴമൂല എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പർലയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പാലൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ, ആ പാലുള്ള അവിടെയാണ് പുഴമൂല എന്ന് പറഞ്ഞത്. അപ്പുറത്തോ? അത് പുഴമൂല 22 എന്ന് പറയും, എരുമുക്കല്ലിയുടെ താഴെ. അവിടെ ഒരു 100-400ഓളം വീടുകളുണ്ട്. അവിടെ സ്ഥിരം ആനയാണല്ലോ. സ്ഥിരം ആനയാണ് അവിടെ. പിന്നെ ഇപ്പൊ കുറഞ്ഞു. അവിടെ കുറഞ്ഞല്ലേ? അതുവഴി നേരെ ഇങ്ങോട്ട് വരികയാണ് അട്ടക്കാട്ടിൽ നിന്ന്. അവിടെ എന്തായാലും ഫെൻസിങ് ഇട്ടോ? ഇല്ല, ഇട്ടിട്ടില്ല. ഫെൻസിങ്ങിന്റെ വർക്ക് എന്തൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലെന്തോ ഫോറസ്റ്റ് ഓഫീസും പിന്നെ കോൺട്രാക്ടറും തമ്മിൽ എന്തോ സാമ്പത്തികത്തിന്റെ എന്തൊക്കെ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ മന്ദഗതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈ ഫണ്ട് തന്നെയാണ്, ഇതിന് പാസ്സായ പൈസ തന്നെയാണ്. 50, 25, 75 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് ഓൾറെഡി. അതെ, എന്തുകൊണ്ടാണ് നടക്കാത്തത് നമുക്കറിയില്ല. ഇത് മൊത്തം തീർന്നാലും പണി നടക്കൂല. പക്ഷെ ഒരു ഏരിയ മാത്രം കവർ ചെയ്തിട്ട് കാര്യമില്ല. ഇതൊരു ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഒരു സ്ഥലത്ത് മാത്രം ഇത് വന്നിരുന്നത്. ഇപ്പൊ ഒരു സ്ഥലത്തല്ല, ഇത് വ്യാപിച്ചു. 46 കാപ്പുംകൊല്ലി, പുഴമൂല 22, കൂട്ടമ്പണ്ട, കുന്നമ്പറ്റ, ഇത് വൈൽഡായിട്ട് കിടക്കുകയാണ് ഇപ്പൊ. ആനകൾ എങ്ങോട്ടും പോകുന്നില്ല. അതുപോലെ അത് മാത്രല്ല, ഇപ്പൊ ഏതാ പുലി, കൊരങ്ങ്, കാട്ടുപന്നി, മലയണ്ണാന്, ഇല്ലാത്ത ഒരു സാധനവും എല്ലാം വന്നു വൃത്തിയായി. അതിന്റെ ലക്ഷണമാണ് ഇപ്പൊ പറമ്പ് കണ്ടാ അറിയാലോ. പല സ്ഥലത്ത് കരടിയും കാണുന്നുണ്ട്. കരടി മേപ്പാടി കരടിയുണ്ട്. അരപ്പറ്റയില് ഇന്നലെ മിനിഞ്ഞാന്ന് പുലി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം ഉണ്ട്. അതൊക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുമല്ലോ. പുലിയുണ്ട്, ഓൾറെഡി ഉണ്ട്, ഇല്ലതാണ്. ഇത് വല്ലാത്തൊരവസ്ഥയിലൊക്കെ അല്ലേ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? പറയാനുണ്ടോ? എല്ലാം രാവിലെ പോയി വൈകുന്നേരം വരെ പണി കഴിഞ്ഞ്, അല്ലെങ്കിൽ രാവിലെ പണിക്ക് പോകണം, വൈകിട്ട് തിരിച്ചു വരണം. എങ്ങനെ എന്ത് ധൈര്യത്തിൽ പോകും? പോയി വന്നാ വന്ന്, പോയാ പോയി. ആ സിറ്റുവേഷനാണ്. ഒരു വാഹനത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ബൈക്കിലാണെങ്കിലും വളവ് ചെറിയ ഇടുങ്ങിയ റോഡാണ് ഇതൊക്കെ. ഈ വളവ് തിരിഞ്ഞ് ഇപ്പുറത്തത് വന്നു നിന്നാൽ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞോടാൻ സ്ഥലമല്ല, ഒന്നും ചെയ്യാമല്ലോ. പെട്ടു. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നിടം വരെ ഇതിപ്പോ ഇങ്ങനെ പോകില്ല. എല്ലായിടത്തും അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ജസ്റ്റിന് രക്ഷപ്പെടുക. ജസ്റ്റിന് ഇവിടുന്ന് ഇപ്പൊ 2-3 ആളുകൂടെ മരിച്ചതല്ലേ. ഇപ്പൊ അന്ന് ആർമുകേട്ടൻ മരിച്ചു, പണ്ട് കൂടെ ഒരാൾ മരിച്ചു. പിന്നെ എത്രയോ ആളുകൾ, ഇപ്പൊ ചെറിയച്ഛന്റെ മോൻ സുരേഷ് എന്ന് പറഞ്ഞിട്ട്, ആള് രാവിലെ നേരത്തെ പോകുന്നതാ. ആള് 3-4 പ്രാവശ്യം ആനേന്റെ മുമ്പ് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്റെ ഏട്ടന്റെ മോൻ കണ്ണൻ, അവനൊരു ദിവസം ഇട്ട് ഓടിച്ചതാണ് ആന. ഇത് ബൈ ചാൻസ് മുമ്പിൽ പോയി പെടും. നമുക്ക് ലോങ് വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഇത് അറിയണില്ല. പെട്ടെന്ന് നമ്മൾ വളവ് കിട്ടാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ ആനേനെ മുമ്പിൽ നമ്മൾ താമസിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ ചേനൊക്കെ ചെറുപ്പം മുതലേ ഇവിടെ, പിന്നെ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ. അന്നൊക്കെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു? ഒരു പ്രശ്നമില്ല. ഇപ്പൊ അടുത്ത കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ വർദ്ധിക്കാൻ വരാൻ തുടങ്ങിയല്ലേ. ഫസ്റ്റ് കുരങ്ങിലാണ് തുടക്കം. അതായത് ഇതിങ്ങനെ വ്യാപിച്ച് എല്ലായിടത്തേക്കും എത്തും. അതെ, കുറച്ചു കാലം കഴിയുമ്പോൾ അല്ലെ. ഇപ്പൊ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിരിക്കുന്ന ടൗണിലേക്കൊക്കെ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ ഇവിടെ ആന വരുന്നുള്ളത്. ഇപ്പൊ ഇവിടെ വന്നു. അപ്പൊ നീ വേറെ ആർക്കും വരില്ല എന്ന് പറയാനുള്ള ഒരു വോയിസും ഇല്ല. ഇത് എല്ലാരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. 100% എല്ലാവരും ഇത് ബാധിക്കും. അന്ന് എല്ലാവരും ഇതിന് എല്ലാവർക്കും മനസ്സിലാവും. ഇന്നിപ്പോ ചെറിയ ഒരു ഏരിയ മാത്രം അല്ലെങ്കിൽ ആളുകളെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മാത്രം ആവശ്യമില്ല എന്ന് വിചാരിക്കും. കാപ്പുകൊല്ലി ഇറങ്ങും, അവരുടെ ആവശ്യമാണെന്ന് വിചാരിക്കും. ഇവിടെ ഇറങ്ങും, ഞങ്ങളുടെ ആവശ്യമാണെന്ന് വിചാരിക്കും. ഇങ്ങനെ എല്ലാവരും വിചാരിച്ചോണ്ടിരിക്കുക, ഉദ്യോഗസ്ഥരും നാട്ടുകാരും മൊത്തത്തില്. അത് എവിടെയെങ്കിലും ഒരു പണി കിട്ടുമ്പോ പണി ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആക്റ്റീവായിട്ടില്ല. ഇഷ്ടംപോലെ പരാതികൾ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ശാശ്വതമായ പരിഹാരം ആരാ തരേണ്ടത്? ഇതിന് വേണ്ടപ്പെട്ട ആളുകളല്ലേ. നിയമവും നൂലാമാലകളും മണ്ണാകട്ടയും നോക്കിയിരിക്കാന്നല്ലാതെ അതിൻ്റെതായ രീതിയിൽ സ്ട്രോങ് ആക്ഷൻ എടുത്ത് ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ ജീവിക്കാനുള്ള ഒരു അവസരം. തീർച്ചയായിട്ടും അതല്ലേ ഒരുക്കി തരേണ്ടത് നമുക്കൊക്കെ. നമ്മളൊക്കെ കുട്ടികളെ കൂട്ടാൻ നമ്മൾ പോകണം. ഒറ്റയ്ക്ക് വരാൻ പറ്റൂല. നമ്മൾ വണ്ടിയിട്ട് പോയിട്ട് കൂട്ടിക്കൊണ്ടുവരണം. അഥവാ നമ്മൾ സ്ഥലത്തില്ലെങ്കിൽ എന്താക്കണം, വണ്ടി ഏൽപ്പിക്കണം. മറ്റേത് കുട്ടികൾ നമ്മളില്ലെങ്കിൽ നടന്നു വന്നോളും, നടന്നു പോയിക്കോളും. ഇതിപ്പോൾ അതൊന്നും പറ്റൂല. അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ക്യാഷ് വണ്ടിക്കൂലി കണ്ടെത്തണം. എല്ലാവരും അവസ്ഥ ഇപ്പോൾ ഇതാ. അതല്ല, പണി നേരത്തെ കയറിയിട്ട് എന്താക്കുക, കുട്ടികളെ കൂട്ടാൻ പോവുക, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പറഞ്ഞ് ഏൽപ്പിക്കുക, അല്ലെങ്കിൽ സ്ഥിരം വണ്ടി ഏൽപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ പലരും നേരിടുന്നുണ്ട് അല്ലേ. കൃഷി മാത്രമല്ല,
കൃഷി മാത്രമല്ല, കൃഷി ഓൾമോസ്റ്റ് തീർന്നു. കൃഷി, തെങ്ങ്, കവുങ്ങ്, കാർഷിക വിളകളെല്ലാം കഴിഞ്ഞു. അവിടെയാണ് ഇപ്പോൾ ഈ നായ്ക്കരിമ്പും ഈ കാട്ടുചെടികളും വളർന്നിരിക്കുന്നത്. ഇതൊക്കെ വയലുകളാണ് കൃഷി എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ആകെയുള്ള ഈ കാപ്പിയും കൂടെ ഉള്ളൂ. കാപ്പിയും കഴിഞ്ഞു. അവിടെ ഇവിടെയൊക്കെ വിരലിലുണ്ടാവുന്ന സ്ഥലത്ത് മാത്രമേ കാപ്പിയൊക്കെ ഉള്ളൂ. പിന്നെ ഏക ആശ്രയം എന്താ? മറ്റു തൊഴിലുകൾക്ക് പോവുക, പുറത്തു പോവുക. അതിന് പോകാൻ നിവൃത്തിയില്ല, അതൊട്ട് പറ്റുന്നില്ല. ഇപ്പൊ ഇവിടുന്ന് കൽപ്പറ്റ ലോങ് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് കൂലിപ്പണിക്ക് പോകേണ്ട ആളുകളാണെങ്കിൽ 8 മണിക്ക് 8:30 സൈറ്റിലെത്തണ്ടേ? അതിന് ഇവിടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് അത്ര നേരത്തെ പോകണം. നമ്മൾ 7 മണിക്കെങ്കിലും ഇറങ്ങണം. ആ സമയത്ത് എത്തണം. ആ സമയത്ത് ഇവിടെ ആനയാ റോട്ടിൽ. പിന്നെ എങ്ങനെ പോകും? അത് സമയത്ത് പണി കഴിഞ്ഞ് 6 മണി ഒക്കെ കഴിഞ്ഞ് പണി വിട്ട് വരുമ്പോഴോ 6 മണി കഴിഞ്ഞിട്ടല്ലേ ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം എന്താക്കുക? എല്ലാവരും അതിന് മുമ്പ് വരും. പണിയൊക്കെ അരപ്പണിയാക്കുക, എന്നിട്ട് നേരെ വീട് പിടിക്കുക. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ശ്രീനിവാസൻ എന്നാണ്. ഇവിടെ സ്ഥിരം പ്രശ്നമല്ലേ? സ്ഥിരം എന്ന് പറഞ്ഞാൽ 2010 മുതലാണ് ഈ ഒരു പ്രദേശത്ത് ആനശല്യം തുടങ്ങിയത് ഞങ്ങൾക്ക്. ആ കാലഘട്ടത്തിൽ എപ്പോഴേലും ഒന്ന് വന്നു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉദ്യോഗസ്ഥന്മാരടുത്തും അതുപോലെ ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു നടപടി ഇതുവരെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ ഭാഗത്ത് എല്ലാവരും കർഷകരും കർഷക തൊഴിലാളികളൊക്കെ ഉള്ളത്. ഞങ്ങൾ കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. ഇപ്പം ഞങ്ങളിതാ ഈ ഒരു പ്രദേശത്ത് മൊത്തം ഏകദേശം ഒരു 250-300 ഹെക്ടർ ഭൂമി, ഏകദേശം ഒരു 500-600 ഏക്കർ ഭൂമി തരിശായി കിടക്കുക. ആയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് തൊഴിലില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് തൊഴിൽ തേടി പോകുന്ന ഒരവസ്ഥയാണ്. 6 മണിയായാൽ, വൈകുന്നേരം 6 മണി 5 മണി സമയത്ത് ആന ഇറങ്ങാൻ തുടങ്ങും. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ രാത്രി ഞങ്ങൾ വരുന്ന വഴിയിലൊക്കെ ആന ഉണ്ടാകാം. ഇപ്പം ഇന്ന് രാവിലെ 6 മണിക്ക് ഇതാ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോട്ടിലൂടെ ആണ് ആന ഇറങ്ങിപ്പോയത്. ഈ വഴിക്കല്ലേ? ഈ വഴിക്കാണ് ആന ഇറങ്ങിപ്പോയതിൻ്റെ പാടുകളാണ്. ഇത് ക്ഷേത്രമാണ്. എല്ലാ ദിവസവും ആളുകൾ വരുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ വരുന്ന സമയത്തൊക്കെ ആയിരിക്കാം ഇത് വരുന്നത്. അതുകൂടാതെ തൊഴിലിന് പോയി രാത്രി വരുന്ന അവസരത്തിൽ വിളക്കുകളില്ല, അങ്ങനെ അപകടം സംഭവിക്കാം. ഇതിനു വേണ്ടി ഞങ്ങൾ പ്രധാനമന്ത്രിക്ക്, വകുപ്പ് മന്ത്രിമാർക്കെല്ലാം, കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക്, കളക്ടർക്ക്, പഞ്ചായത്തിൽ എല്ലാവർക്കും പരാതി കൊടുത്തു കഴിഞ്ഞു. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടത് ഭരണഘടനാപരമായിട്ടുള്ള അധികാരമാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അതിനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്നുള്ള എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്കിത് പറയാനല്ലേ പറ്റുള്ളൂ. അത് ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും നമ്മളെ നികുതിപ്പണം കൊണ്ടാണല്ലോ ഈ കാര്യങ്ങളെല്ലാം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ നികുതി നൽകുന്ന ആളുകൾക്ക് നീതി നൽകേണ്ട ആവശ്യം ആരാ ചെയ്യേണ്ടത്? ഈ ആളുകളാണ്. അവർ ചെയ്തേ പറ്റൂ. ഇതാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആമുഖമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ പ്രദേശത്തുള്ള വന്യമൃഗ പ്രതിരോധ സമിതിയുടെ സെക്രട്ടറിയാണ് ഞാൻ. അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ എന്തെല്ലാം നടക്കുന്നുണ്ടെന്ന് എല്ലാ കാര്യവും A to Z അറിയുന്ന ഒരാളാണ്. എല്ലാ സമരത്തിനും മറ്റുള്ള നിവേദനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് ആ കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ കണ്ട് മനസ്സിലാക്കി ഈ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കണം. ഈ ആനകൾ ഇവിടെ തുരത്തിയേ പറ്റും. അത് ആനകൾ ക്രമതീതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇതുവരെ അങ്ങനെ ഒരു തുരത്തൽ പരിപാടി നടത്തിയിട്ടില്ലല്ലേ? ഒന്നുമില്ല. അവർ പ്രഹസനങ്ങൾ ചെയ്യും. ഞങ്ങളിത് പറയുന്ന അവസരത്തിൽ ഒരു വരും ഒരു പ്രഹസനം നടത്തും. ഞങ്ങൾ 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വനപ്രദേശത്തിന്റെ ബൗണ്ടറിയിൽ വാച്ചർമാരെ സ്ഥിരമായി നിർത്തുക. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലാണിത്. ഈ കാലഘട്ടത്തിൽ വന അതിർത്തിയിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇവർ വരുന്നതന്നെ കാണാൻ കഴിയും. അപ്പൊ തന്നെ നമുക്ക് നിർത്താൻ കഴിയും. പക്ഷെ അതിനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. താൽക്കാലികമായിട്ട് ഹാങ്ങിങ് പെൻഷൻ ഇടാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അതിനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൂടാതെ ഞങ്ങളുടെ ആവശ്യം സ്ഥിരമായിട്ട് റെയിൽവേ പെൻഷൻ ഇടണം എന്നുള്ളതാണ്. അത് ഇടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ട്രഞ്ച് കയറി സംരക്ഷിക്കുക. ഞങ്ങളുടെ ഈ ജനവാസ കേന്ദ്രത്തെ വനമായിട്ട് ഒഴിവാക്കുക. അപ്പം ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുമ്പോൾ ഞങ്ങൾക്ക് നടക്കാനോ ഒന്ന് വീട്ടിലേക്ക് വരാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിലാണ്. ഞങ്ങൾക്കിപ്പോൾ വീട് ഉപയോഗിക്കുന്നത് രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് കിടന്നുറങ്ങാൻ മാത്രമാണ്. അല്ലാതെ പറമ്പിൽ ഒരു എന്താ പറയുക, ഒരു കാന്താരി ചെടി പോലും വെക്കാൻ കഴിയാത്ത ഒരവസ്ഥ. കാരണം കുരങ്ങ്, പന്നി, മാന്, ബാക്കിയുള്ള എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ 24 hours ആന. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇപ്പം നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. ഈ ഒരു വഴി കൂടെയൊക്കെ ആന ഇറങ്ങി പോവുകയും കയറി പോവുകയൊക്കെ ചെയ്യുന്ന ഞങ്ങൾ ഈ റോഡിൻ്റെ ഒരു അവസ്ഥയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മൾ ഇന്ന് പുഴമൂല എന്ന് പറയുന്ന പ്രദേശം സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച കേട്ടോ. പുഴമൂലയിൽ ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുള്ളൊരു പ്രദേശമാണ്. നിരവധി തവണ നമ്മൾ പുഴമൂല ഭാഗത്തെ പല പ്രദേശങ്ങളിലും കാട്ടാന പ്രശ്നം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്.
ഓരോ ദിവസം കഴിയുന്തോറും ഇത് രൂക്ഷമായി വരുന്നതല്ലാണ്ട് ഇതിനൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ. അതായത് ഇതുപോലെ ജനവാസ കേന്ദ്രത്തിൽ ആളുകളുടെ വീടിൻ്റെ സൈഡിൽ കൂടെയും ആളുകൾ നടക്കുന്ന വഴി കൂടെയൊക്കെ ഇങ്ങനെ കാട്ടാന ഒരു പ്രശ്നവും ഒരു തടസ്സവും ഇല്ലാതെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ആരും തടസ്സപ്പെടുത്തുന്നുമില്ല, അവരെ തടയുന്നുമില്ല, ഒന്നുമില്ല. ആളുകൾ ആ ബുദ്ധിമുട്ട് സഹിച്ചിപ്പോൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രം. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.